പേടിയാ? ചെറിയ പേനാട്ടോ, അന്യ എവിടെ എവിടെങ്കിൽ ഇല്ല അറിയാൻ നാടൻ പയറൊക്കെ ഉണ്ടോ? അയ്യോ, ഇന്ന് അമ്പലത്തിന്റെ അവിടെ എത്ര മോനൊരു പിന്നെ മാങ്ങയിലെ കുഞ്ഞാ, പലതരം മാങ്ങ. പലതരം മാങ്ങ ഉണ്ട് ബോക്സിലാക്കിയിട്ട്. ഇപ്രാവശ്യം മാങ്ങയൊന്നും ആരും വാങ്ങില്ല, കാരണം എല്ലാവരുടെയും മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. സന്ധ്യ ഉച്ചക്ക കയറും. എന്താ പിന്നെ പോയിക്കോ. ഞാൻ കണ്ടിട്ട് കുറുക്കന്മാര് നമ്മളെ ചേച്ചിയുടെ എന്തിനാ അങ്ങനെ കരയണവരല്ലേ കേട്ടോ? എന്തൊരു കുറച്ചിലവര് കരയണ. ഒരു തൂതപ്പുഴ മഴ ഉണ്ടായി. കാളകളും മുറിക്കാൻ പോവാ ഞാൻ നെഖങ്ങളൊക്കെ. ഓടാ വിടുന്നു ഞാൻ നഖം മുറിക്കാന്ന്. അതാ ഉണ്ണിയപ്പോടെയും കൊണ്ടുവരാൻ അതാ ഏട്ടൻ എന്തൊക്കെ മതി. ഉണ്ണിമാമ വന്നിരുന്നു വെച്ചിട്ട്, അപ്പൊ കൊടുക്കാൻ അമ്മായി. ചോറിന് കറി ഉണ്ടായിരുന്നു, കറി അമ്മായി അങ്ങോട്ട് തന്നിരുന്നു. ഉള്ളത് ഞാനും കുഞ്ചിയും കഴിച്ചു. പിന്നെ ഇപ്പം എന്തോ കൊടുക്കും. ഞാൻ ഇത് സപ്താഹം കഴിഞ്ഞാണ് അവലമ്മ. നിങ്ങൾ നാളെ രാവിലെ ഒന്ന് പോയി തൊഴുതു വരായിരുന്നു അമ്പലത്തിൽ. 19-ാം തീയതി സപ്താഹം. ഇന്നിപ്പോ 13. ടീച്ചറോട് ചോദിച്ചാൽ മതി കഴിഞ്ഞു. എടി ഏട്ടനെന്ന് വിളിച്ച് പറയണല്ലോ, അമ്മേനെ വിളിച്ചിട്ടില്ലാന്ന്. അപ്പൊ ഒന്ന് തിരിച്ചു വന്നാവല്ലേ? അപ്പൊ ഏത് അവിടെ ഉള്ളത് അതറിയില്ലേ, വന്നിട്ടില്ല. അവർ പോയിന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ കേട്ടിടത്തോളം അവരുടെ അവസ്ഥ വളരെ ദയനീയ. ഇത് പറഞ്ഞിട്ട് ചീന പോകേണ്ട കാര്യം. ശരി, അതൊക്കെ അറിയില്ലമ്മ. തിരിക്കി നോക്കിയോക്കാം ഏട്ടാ. അവിടെ കടന്നു മാന്ത് നോക്കോ, കുഞ്ഞാക്ക് നഖമുള്ള കേട്ടോ. നെഗണ്ട് കേട്ടോ, നോക്കണേ. അയ്യോ, നാണക്കേടടി, നാണക്കേട്. വേണ്ട മാന്ത് കുഞ്ഞ ഇയ്യാ നഖം കൊള്ളു. എന്നാന്ന് ഓളവിടെ ഇവിടെ പിടിച്ചിങ്ങനെ കിക്കിളിയാക്കിക്കള. ഒന്നും കിട്ടിയില്ല. അയ്യോ,
കുട്ടി വിളിച്ചായിരുന്നു ചിന്നമ്മ. രാവിലെ കുളച്ചോ അങ്ങനെ വിളിച്ചിണ്ടാവും കോളേജിൽ പോണോ. അശ്വത്തിന് യുദ്ധം കാരണം പോരല് നടന്നിരുന്നില്ല. ആര്? അശ്വത്ത് ആ അവൻ വന്നിട്ടില്ല അല്ലേ? അയ്യോ എൻ്റെ ക്ലാസ് കുറെ മിസ്സാവില്ല ഇപ്പം. കുട്ടികൾ ഇട്ടോളൂ. രാവിലെ എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടായിട്ട് ഒന്നും ഉണ്ടാക്കിയ അനാഴ്ച കൊടുന്ന് വെച്ചാൽ പിന്നെ പീനട്ട് ബട്ടറോ പിന്നെ ബ്രെഡൊക്കെ ഇട്ട് തിന്ന് പോന്നു. അപ്പോൾ ഞാൻ അതിന് അവൾക്കുള്ളതൊക്കെ ഉണ്ടാവും. അവൾക്ക് അവിടെ ഉമ്മാടെ തന്നെ ഇപ്പോഴും അല്ലേ അവളുമ്മ പോയി തോന്നുന്നു. അതെ. അപ്പം പിന്നെ ആ വീട് കൂട്ടിയിട്ടേ. ശരി. വാല് പൊട്ടിക്കണ്ട കേട്ടോ. മറ്റേൻ്റെ വാല് പൊട്ടി റോസിൻ്റെ. അല്ല ആണല്ലോ. ആ എങ്ങനെയുണ്ടായിരുന്നു അമ്മ? ഒരു കുട്ടിയാണതേ. ഞാൻ ആദ്യം കണ്ടിരുന്നു അത്. ഒന്നാം തരം പിന്നെയാണ് ഇത് ഇങ്ങനെ ഇറങ്ങിയത്. പീപ്പി തരാം ഓടി ഓടി അരികിൽ വന്നൊരു മുത്തം തന്നാട്ടെ എന്നാണ് ആ പാട്ടാണത്, സിനിമാ പാട്ടേ. ആ കുട്ടി ഇങ്ങനെ ചാടി കളിക്കുകയും ചെയ്യും. അതന്നെയാണ്. അതിനെയാണ് ഇപ്പൊ അവർ അങ്ങനെയൊക്കെ ആക്കിക്കോ. എന്തൊക്കെയല്ലേ കളിക്കാൻ ചെല്ല. ഏട്ടൻ വരുന്നില്ലേ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ? ഒന്നും ഇതുണ്ട് കൈ കഴിച്ചിട്ട് കുടിക്കലേ. ഇനി എന്ത് വെട്ടി കഴിഞ്ഞിട്ടോ വെട്ടിയപ്പോളാ ഭംഗി. ചിഞ്ചു നമുക്ക് പുല്ലുറന്നവർക്ക് കന്നുകുട്ടി അടട്ടെടുത്തു. കിട്ടിയില്ല കേട്ടോ. കുഞ്ഞിനെ ചേച്ചി കാണാഞ്ഞിട്ട കുഞ്ഞി പേനാണ്, വലിയ തള്ളച്ചിയൊന്നുമല്ല. എന്താ വെച്ചാലേ നമ്മുടെ കണ്ണും ഈ തലയും കൂടെ ഒന്ന് സെറ്റാവാണ്ട്. കണ്ടെന്നാനോ? ആ അമ്മയോ അമ്മ അമ്മ അല്ല കുഞ്ഞ പാലില്ലാത്ത എന്താ അമ്മാനോ? എങ്ങനെയാടാ? മേമേ ഉറങ്ങ. ആ ഒന്ന് രാവിലെ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ആ നമ്മളെ പൂരപ്പറമ്പിൽ മുഴുവൻ കാർ പാർക്ക് ചെയ്തിട്ട് ഇറക്കാണേ. അപ്പൊ എന്താ തിരക്ക്. ഞാൻ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, വർക്കിംഗ് ഡേ അല്ലേ, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല പറഞ്ഞിട്ടാ ഞങ്ങള് പോണത്. എവിടെ അങ്ങനെ എന്തും പിന്നെ ഉണ്ണിയമ്മ വന്നിട്ട് മൂവണ്ടം പറിച്ച് നല്ല പഴുക്കാനായത് മധുരമുള്ളത്. പണ്ട് ഇവിടെ ഉഷാലി
ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഈ മുരിങ്ങ മരത്തിൻ്റെ മുകളിൽ കൂടെ ഈ അണ്ണാൻകുട്ടി ഇങ്ങനെ പായും. അപ്പം മൂപ്പര് പറഞ്ഞു ഒരു പ്രാവശ്യേ കയ്യിലേക്ക് തുപ്പുക, എന്നിട്ട് പറഞ്ഞ അവിട്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ പോലെ വന്നേ. അവിട്ട് വന്നു, പകുതി മുക്കാലും വന്നു. അപ്പോഴേക്ക് ആരെ വന്നപ്പോൾ അത് തിരിച്ച് അങ്ങോട്ട് തന്നെ ഓടി. അങ്ങനെ വിളിച്ച് നോക്കൂ വരും എന്ന് പറഞ്ഞു അയാൾ. എന്നിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് വന്നു. ആ അത് കഴുകിയ പോകില്ല, നമ്മളെ വായിൽ തുപ്പലല്ലേ. എന്നിട്ട് ടീച്ചറെ വീട്ടിൻ്റെ അവിടെ നിന്ന് എത്രങ്ങാനും വലിയ അണ്ണാനെ മണ്ടിയത് അണ്ണ വണ്ടിനെ മുന്നിട്ട് ചേച്ചിന്റെ ചങ്കിന്റെ വണ്ടിയുടെ മുന്നിൽ. ഞാൻ അന്നൊരു സ്വപ്നം കണ്ടിറക്കണേ. ഏതാ കുഞ്ചു എൻ്റെ ചങ്കിൻ്റെ വണ്ടി? മറ്റേ പേരെ വിജി ചേച്ചിയില്ലേ, തുള്ളിരുന്ന മഴ. എന്ത് സ്വപ്നം? നമ്മളെ ഇവിടുന്ന് ആ വെള്ളച്ചക്കനേ, കുഞ്ഞേ വെള്ളച്ചക്കണ്ടല്ലോ, ഒരു ഈരിനെ കിട്ടി. വണ്ടിയിലെ മുന്നേ ചാടി. ആ അത് ഞാൻ പിന്നാലെ ഓടി ഇങ്ങോട്ട് ചെന്നപ്പോഴേക്കും അതിങ്ങോട്ട് ചാടിയിട്ട് ചോര ഇങ്ങോട്ട് തെറിച്ചു. അങ്ങനെ ഒരു സ്വപ്നം ഒന്ന് കാറിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലേക്കൊക്കെ. എന്നിട്ട് ഞാൻ അതെന്തായാലും ഉണ്ടായില്ല, പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഓൻ ചാടി, ഓനെന്താ വെച്ചാലേ നമ്മൾ പിടിക്കാൻ പോകുമ്പോൾ ഇതേപോലെ ഒരൊറ്റ ടപ്പത്തത് മേടിക്കും. ആ അതന്നെ ഉണ്ടായതാന്ന്, അത് ബാലേട്ടൻ്റെ അവിടുന്ന്. പക്ഷെ എന്തായാലും പിന്നെ അങ്ങോട്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ഉള്ളവരെ നോക്കിയത്. അതെ, എനിക്കവിടെ കുഞ്ഞിനെ മാത്രമേ പേടിയുള്ളൂ. കുഞ്ഞി അപ്പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെറുക്കൊളിഞ്ഞ് മിന്നുട്ടോ. അതെ